The first time I saw you, my heart whispered, she's the one. അങ്ങനെ ഒരു ട്രെയിൻ യാത്രയിലാണ് നമ്മൾ. ഞങ്ങൾ എപ്പോഴും പറയും ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് വിത്ത് എ ട്രെയിൻ ജേർണി എന്ന് എല്ലാ കാലത്തും പറയുമായിരുന്നു. എപ്പോഴും നമ്മൾ നമ്മുടെ ഒരു കോട്ടായിട്ട് വെച്ചാണ് ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് വിത്ത് എ ട്രെയിൻ ജേർണി. An ordinary beginning, something that would have been forgotten had it been anyone but her. But as he shook her hand and met those striking emerald eyes, he knew before he had taken his next breath that she was the one he could spend the rest of his life looking for but never find again. എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളായിരുന്നു. ലൈക്ക് ഒരു 5 years 6 years ഒക്കെ അറിയാവുന്ന ഒരാളായിരുന്നു. അത്രയും കാലമായിട്ട് എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു യാത്രയിൽ ഒരു രാത്രി മുഴുവൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തോന്നി ഓക്കെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല ആളാണ് എന്ന് വെച്ചാൽ എനിക്ക് വേണ്ട രീതിയിലുള്ളൊരു ലൈഫ് പാർട്ട്ണർ ആവാൻ പറ്റും. അതുപോലെ 1324 കുറേ കാലം അതായിരുന്നു ഫോണിൻ്റെ പാസ്വേഡ്. കാരണം G13 കോച്ചിൽ സീറ്റ് നമ്പർ 24 നിങ്ങളുടെ ആ യാത്ര. ആ യാത്രയിലാണ് ഞങ്ങൾ കമ്മിറ്റഡ് ആയത്. ആക്ച്വലി നമ്മൾ ഇന്ന് എന്നുള്ളൊരു ദിവസത്തിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി സ്ട്രഗിളിലൂടെ പോയിട്ടുണ്ട്. അതൊരു വലിയ ജേർണി ആയിരുന്നു. The look he gave me while I was walking down the aisle. കുറേ വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വന്നെത്തിയ ഒരു മൊമെന്റ് ആണ്. എനിക്കത് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. ആ സമയത്ത് അതിൽ നടക്കുമ്പം അനന്ത് തന്നെ നോക്കിയൊരു നോട്ടമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഞാൻ ക്ലൗഡ് 9 ലിറ്ററലി. കാരണം എനിക്ക് ചുറ്റുമുള്ളതൊന്നും അറിയാൻ പറ്റുന്നില്ല. അവൻ ആ ഒരു രീതിയിൽ നിൽക്കുക എന്നുള്ളത്, അവനെടുത്ത സ്ട്രഗിൾ എന്താണെന്നും അവളെടുത്ത സ്ട്രഗിൾ എന്താണെന്നും നമുക്ക് നല്ലപോലെ അറിയാം. അത് സാറ്റിസ്ഫൈ ചെയ്തു അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്തു എന്നുള്ളത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. പക്ഷെ ഞാൻ എല്ലാ കാലത്തും ഓർക്കും നമ്മൾ എന്തിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടോ അതെല്ലാം എന്ന് വെച്ചാൽ അതിലൊരു ഈച്ച് ആൻഡ് എവറിത്തിങ് എല്ലാം അങ്ങനെ തന്നെയാണ്. ലൈക്ക് സ്റ്റിൽ ഐ ചൂസ് യു എന്നുള്ളൊരു സാധനമുണ്ട്. വാട്ട് എവർ ഹാപ്പൻഡ് സ്റ്റിൽ ഐ ചൂസ് യു. ആശ്ലി മാത്യു എന്ന നിങ്ങളെ, അനന്തു രാജൻ എന്ന നിങ്ങളെ എൻ്റെ നിയമാനുസൃത ഭർത്താവായി ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നു.
അച്ചീവ്മെൻ്റ് ആണ്, അതൊരു വിൽ പവറിൻ്റെ ഒരു എഫേർട്ടിൻ്റെ ഒരു ഫൈനൽ അക്കംപ്ലിഷ്മെൻ്റ് ആണ്. അത് ചെയ്ത ആനന്ദുവിനും ആഷ്ലിക്കും we are very proud of them, we are very happy for them. അവരെ വേണമെങ്കിൽ നമുക്ക് പിന്നെ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയാം. ഭയങ്കര അനന്തവും ഭയങ്കര ആശ്ലീനെ അനന്തനെ കിട്ടിയത് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അതെ.